ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞു മുത്തുമണികൾക്കും സ്നേഹത്തോടു കൂടി തന്നെ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ശിശുദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ സ്കൂളിൽ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ശിശുദിനത്തോടനുബന്ധിച്ച് ചെറിയൊരു ഫുഡ് ഫെസ്റ്റിവൽ അത് എല്ലാ കൊല്ലം നടത്തി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണം കേട്ടോ. എല്ലാ അമ്മമാരും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതവിടെ ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം പഴുത്തിട്ടുമില്ല എന്നാൽ പഴുപ്പ് കുറവുമല്ല, ആ രീതിയിലുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ആദ്യം 2 വെച്ച് കൊടുത്തു. പിന്നെ ഒരെണ്ണം പാത്തൂസ് വന്നിട്ട് അവൾക്ക് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി മുറിച്ച് കൊടുത്തു. വലിയ പഴമാണ്, അവൾ കഴിക്കില്ല. അപ്പോൾ ആ പകുതിയും കൂടി ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പഴം ഒന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ രാവിലേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേറെ പണികളൊന്നും നടക്കില്ല. എനിക്ക് 9:30 ആകുമ്പോൾ സുഡാപ്പിന് സ്കൂളിൽ 9:15 ആകുമ്പോൾ സുഡാപ്പിന് സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പോകണം. 10:30 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്കൂളിൽ എത്തുകയും വേണം കേട്ടോ. അങ്ങനെ സുഡാപ്പിയും പാത്തൂസൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. പിന്നെ ദിലുവിനെ കടയിൽ പറഞ്ഞയച്ച് ഇതുവരെ എന്തുണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് എന്നും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം വിട്ടുപോകും. പിറ്റേ ദിവസം നമ്മൾ ധൃതി പിടിച്ചിട്ടായിരിക്കും, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സമയത്തായിരിക്കും ധൃതി പിടിച്ചിട്ടായിരിക്കും എന്നും ഉണ്ടാക്കുക കേട്ടോ. എന്നും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ തയ്ക്കുന്ന കാര്യത്തിലായാലും അതെ, ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതേ ദോശയൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഗോതമ്പ് ദോശയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളിക്കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. തക്കാളി സബോളയൊക്കെ ഒന്ന് വാട്ടി അങ്ങനെ ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ആയി. പിന്നെ മുട്ടയോ അല്ലെങ്കിൽ മീനോ എന്തെങ്കിലും പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ദേ തക്കാളിക്കറി ആക്കാനുള്ള സബോള ഞാൻ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദോശ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ പരത്തിയത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ദോശ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ അങ്ങോട്ട് ശരിയായി വന്ന് 2-3 പ്രാവശ്യം. പിന്നെ ഞാൻ എണ്ണ തയ്ക്കാണ്ട് ഉണ്ടാക്കിയപ്പോൾ ശരിയായി. അപ്പോൾ ഇതേ പഴം നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ ഇതേ ഇങ്ങനെ അടർന്നു പോരുന്നുണ്ട്. ആ ഒരു പരുവം ആയാൽ മതി കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഞാൻ നേന്ത്രപ്പഴം എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, പെട്ടെന്നൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വേഗം നേരം പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പാത്തൂസ് എണീറ്റു, പാത്തൂസിന് ചായ കൊണ്ടു കൊടുത്തു. സുഡാപ്പി എണീറ്റു, സുഡാപ്പിയുടെ പല്ലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ പോയി. അങ്ങനെ പണികളൊക്കെ ഒന്ന് നേരം വൈകി പോയതാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ധൃതി പിടിച്ച് സമയം എടുക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ സമയം പോകുന്നതും അറിയൂല. എന്നാൽ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ പഴം ഒന്ന് അതിൻ്റെ നടുവിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാതെ ഇനി അതൊന്ന് ചൂടാറിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുപ്പ് സാധനമില്ലേ അതും കൂടി ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതേ പഴം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി സബോളയൊക്കെ ഒന്ന് വാട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തുണ്ട് മല്ലിപ്പൊടി ഇടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ബിരിയാണി മസാല കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഞാനിപ്പോൾ കറിയിലൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറി അവിടെ ആയതിൻ്റെ ശേഷം ഞാൻ അവർക്ക് ദോശയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതേ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് ഉടച്ച് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് നേന്ത്രപ്പഴം ഇങ്ങനെ ഉടയ്ക്കുന്ന സമയത്ത് ഇതിൽ കഷ്ണങ്ങളൊന്നും പെടാൻ പാടില്ല. ആ രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമാകുമ്പോൾ ഒരു വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു മീഡിയം പഴുപ്പിലുള്ള പഴം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൽ കണ്ടോ ഒരു തരി വെള്ളം പോലും ഇല്ല. നമ്മൾ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി ഉടച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മാവ്, നമ്മുടെ ഗോതമ്പ് മാവൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ ആവണമെങ്കിൽ. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറും നേന്ത്രപ്പഴം മാത്രമാണ് കേട്ടോ. ഇനി അഥവാ കുറച്ച് പഴത്തിൽ കുറച്ച് മധുരം കൂടി, മധുരമല്ല പഴുത്ത പഴമാകുമ്പോൾ ചെറിയൊരു വെള്ളം പോലെ ഉണ്ടാവില്ല, അങ്ങനെ കൂടിപ്പോയി എന്ന് തോന്നുമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയും, വെറും 1 ടീസ്പൂൺ മാത്രം മതി, അല്ലെങ്കിൽ 2 ടീസ്പൂൺ, അതിൽ കൂടരുത് കേട്ടോ. മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇതെൻ്റെത് നല്ല പാകത്തിനുള്ള പഴമായിരുന്നു, അത് കാരണം കൊണ്ട് എനിക്കതിൽ മൈദപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഫില്ലിംഗ് ആയിട്ട് നാളികേരവും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് നമ്മൾ
ചെറിയൊരു ചട്ടിയിലിട്ടിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നേന്ത്രപ്പഴം, നമ്മൾ ആ ഉടച്ച് വെച്ച നേന്ത്രപ്പഴം കുറച്ച് കയ്യിലൊന്ന് എണ്ണയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉന്നക്കായൊക്കെ കുറച്ചൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിയും കൂടി അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പരത്തിയെടുക്കാനൊക്കെ നല്ല സുഖമാണ്, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇത് കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂരൊന്നും അങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കുന്ന പറയുന്നത് കേട്ടിട്ടില്ല. ഞങ്ങളുടെ അവിടെയാണ് കേട്ടോ ശരിക്കും ഈ ഒരു ഉന്നക്കായ നോമ്പിൻ്റെ സമയത്തായാലും അല്ലാതെ ആയാലും ഉണ്ടാക്കുന്നൊരു പലഹാരമാണ് കേട്ടോ ഉന്നക്കായ. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ നോമ്പിൻ്റെ സമയത്തായിരിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഉന്നക്കായൊക്കെ ഏകദേശമായി വരുന്നുണ്ട് കേട്ടോ. ഷേപ്പൊക്കെ കാണുമ്പോൾ ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ കിട്ടാറ്. അങ്ങനെ ഇപ്പോൾ ഉന്നക്കായൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അടച്ച് വെച്ചിട്ട് അവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ സുഡാപ്പീനെ കുളിപ്പിച്ച് ആൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സുഡാപ്പീനെ സ്കൂളിലേക്ക് വിട്ടു പോയതിന് ശേഷമാണ് ഇനി ബാക്കി പണികൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ. പഴമായത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് ആദ്യം ഒന്ന് തീ കൂട്ടി വയ്ക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ആദ്യം 2 എണ്ണം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഒരെണ്ണം കൂടി ഇടായിരിക്കും നല്ലത് എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് കഴിയുള്ളൂ. പിന്നെ ഇപ്പോൾ സമയം ഒരു 9:45 എനിക്ക് 10:30 ആകുമ്പോഴേക്കും സ്കൂളിലേക്ക് എത്തും വേണം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും 3 എണ്ണമൊക്കെ ഇട്ട് ചെയ്തു കേട്ടോ. പിന്നെ ദിലുവിനോട് ഞാൻ പറഞ്ഞു പാത്തൂസിൻ്റെ ഡ്രസ്സ് ഒക്കെ എടുത്ത് വയ്ക്കാനായിട്ട്. ദിലൊന്നും ക്ലാസ്സിൽ പോയിട്ടില്ല. അങ്ങനെ പാത്തൂസിനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. പിന്നെ പാത്തൂസിൻ്റെ ചെരുപ്പൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. എവിടേക്കെങ്കിലും ഇറങ്ങുന്ന സമയത്തായിരിക്കും കേട്ടോ നമുക്ക് ഈ സാധനമൊന്നും തിരഞ്ഞാൽ കിട്ടില്ല. പ്രത്യേകിച്ചും പാത്തൂസിൻ്റെ സുഡാപ്പിയുടെ ചെരുപ്പാണ് കേട്ടോ എന്നും എനിക്ക് പറ്റുന്നൊരു അബദ്ധമാണ്. ഞാനതെടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും, പക്ഷേ ഇവരതെടുത്ത് കളിച്ച് എവിടെയെങ്കിലും കൊണ്ടിടും. പ്രത്യേകിച്ചും പാത്തൂസാണ് കേട്ടോ ചെയ്യുക. സുഡാപ്പിയുടെ ചെരുപ്പ് പാത്തൂസിന് കണ്ട് കഴിഞ്ഞപ്പോൾ പാത്തൂസിന് ഇടണം, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ നമ്മൾ ധൃതി പിടിച്ച് എവിടേക്കെങ്കിലും ഇറങ്ങുന്ന സമയത്ത് അത് കാണൂല. അങ്ങനെ ഇപ്പോൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും പാത്തൂസും കൂടി ഇറങ്ങുകയാണ്, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാത്തൂസിനെ ഒന്ന് എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവൾക്ക് ഭയങ്കര നാണായി. ക്യാമറയുടെ മുമ്പിലൊന്നും വന്ന് നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ആളങ്ങനെ വന്ന് നിന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇനി പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ കാണാൻ പോകുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് പോകുന്നത്. സുഡാപ്പിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ. അഞ്ജു എന്നാണ് പേര്. അപ്പോൾ ആളും വരുന്നുണ്ട്, ആളുടെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. അതേപോലെ ആൾക്ക് ഉണ്ണിക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, 1.5 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി സ്കൂളിലേക്ക് വന്നപ്പോഴേക്കും ഇന്നും ഞങ്ങൾ ലൈറ്റായിട്ടാണ് എത്തുക കേട്ടോ. പക്ഷേ അവിടെ പരിപാടി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ PTA പ്രസിഡൻ്റ് അവിടെ ഇരുന്ന് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ ലാസ്റ്റ് എത്തിയെങ്കിലും ഫസ്റ്റ് തന്നെ ഞങ്ങളാണ് കേട്ടോ ഇരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് സീറ്റിൽ അവിടെ നിന്ന് ആരും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങോട്ട് നീങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഞങ്ങളെ ഫസ്റ്റ് തന്നെ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മക്കൾക്ക് ഒരു 50 രൂപ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് മേടിച്ച് കഴിക്കാനായിട്ട് 10 രൂപ വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഓരോ ഭക്ഷണത്തിൻ്റെ പൈസ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഉന്നക്കായൊക്കെ എടുത്ത് അങ്ങനെ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ടീച്ചറെ കയ്യിലാണ് കേട്ടോ ഫോൺ കൊടുത്തിട്ടുള്ളത്. ഞാനല്ല വീഡിയോ എടുക്കുന്നത്, ടീച്ചറാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ അവിടുത്തെ ഈ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ കണ്ടതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പഴംപൊരി, ഉണ്ണിയപ്പം, പിന്നെ എള്ളുണ്ട, പിന്നെ കപ്പലണ്ടി വറുത്ത് പൊടിച്ചിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക നാടൻ ഫുഡുകളാണ് കേട്ടോ അധികവും. പിന്നെ നമ്മുടെ എന്താ പറയുക അമൃതം പൊടി കൊണ്ടുള്ള ഉണ്ട ഉണ്ടായിരുന്നു. പിന്നെ കട്ട്ലൈറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊഴുക്കട്ട ഉണ്ടായിരുന്നു. അധികം ഉണ്ണിയപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഉന്നക്കായ വേറെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഫസ്റ്റ് കഴിഞ്ഞതും ഉന്നക്കായ തന്നെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ടീച്ചർമാരൊക്കെ പൊട്ടിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു തികയാണ്ടായപ്പോൾ കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഉന്നക്കായ കുറച്ചുണ്ടാക്കിയുള്ളൂ, വേറെ ഒന്നുമല്ല. മോള് സമ്മതിക്കില്ലല്ലോ, പിന്നെ നേരെ നമ്മൾ വൈകുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് വിചാരിച്ച സമയത്ത് സ്കൂളിലേക്ക് എത്താനും പറ്റില്ല. ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാം. ഇത് രാവിലെ തന്നെ അവർ സ്കൂളിലേക്ക് വിടുന്ന സമയവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കൂടിയാകുമ്പോൾ നടക്കൂല കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ പരിപാടിയൊക്കെ കാണാനായിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ പാത്തൂസ് ഇങ്ങനെ
കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അവരെ അങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് അവിടെ വിട്ടു കേട്ടോ. അപ്പോൾ അവിടെ സ്കൂളിൽ തന്നെ കളിക്കുന്ന LKG UKG പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമ്മലൊക്കെ ഇരുന്ന് പാത്തൂസും ആദൂട്ടനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ പരിപാടികളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതൊന്നും അങ്ങനെ അധികം എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ കഷ്ടപ്പെട്ടെടുത്തിട്ടും കാര്യമൊന്നുമില്ല, എല്ലാത്തിനും കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരികയല്ലേ. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.